കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സുഹൃത്ത് സജാദിൻ്റെ ഫാമിൽ നമ്മൾ ചെന്ന സമയത്ത് ഒരു വെറൈറ്റി ഗപ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാന്റാക്ലോസ് വെറൈറ്റിയുടെ ന്യൂ ലൈനേജ്. നമ്മളതിനെ കണ്ട സമയത്ത് അവിടെ നിന്നൊരു പെയർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഇയറൊക്കെ വരുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഡോർസലിൻ്റെ എൻഡിലാണെങ്കിൽ നല്ലൊരു വൈറ്റ് ഷെയ്ഡൊക്കെ വരുന്ന നല്ല കാണാൻ ഭംഗിയുള്ള നല്ലൊരു വെറൈറ്റി തന്നെ. നമ്മുടെ ഫാമിൽ നേരത്തെ സാന്റാക്ലോസ് ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു ഐറ്റം ഉണ്ടായിട്ടില്ല. അതൊരു പുതിയ ലൈനേജ് ആണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ ടോപ്പിൽ ആ ഹെഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് കളറൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് നമ്മളൊരു കേജൊക്കെ വെച്ച് കൊടുത്ത് ഇങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ ഈ കേജിനകത്ത് ഗപ്പി കുഞ്ഞുങ്ങളുടെ അവരൊന്ന് അങ്ങോട്ട് മാറ്റാം. എന്നിട്ട് ഈ ഒരു പാരൻറ്റ് സ്റ്റോക്ക് ഉണ്ടല്ലോ, ഈ ഒരു പാരൻറ്റ് സ്റ്റോക്ക് നമ്മൾ അതേമാതിരി തന്നെ നിർത്തിയിട്ട് ഇതാ തൊട്ട് പുറത്തെ ടാങ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവരെ റിലീസ് ചെയ്യാണ്. അപ്പോൾ ഇതൊരു പെയറായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ബ്രീഡിങ് കേജ്, ഇതാ ഈ ഒരു ബ്രീഡിങ് കേജ് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് തൽക്കാലം നമ്മളിങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നമുക്കിതാ തിരിച്ചിതാ ഈ ഒരു ടാങ്കിലേക്ക് വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ ഒരു 30 എണ്ണത്തിൽ കുറയാത്ത കുഞ്ഞുങ്ങൾ ഇതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഗപ്പി കുഞ്ഞുങ്ങൾ മൊത്തം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ട്രേക്കകത്ത് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ് കുറച്ച് ദിവസങ്ങളൊക്കെ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് നേരിട്ട് തൊട്ട് പുറത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു ട്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നേരിട്ട് പകുതിയാക്കണം. അപ്പോൾ കുറച്ച് എണ്ണത്തിന് നമുക്ക് എന്ത് ചെയ്യുക, ഇതിനകത്തുനിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, തൊട്ട് പുറത്തെ ടാങ്കിലേക്ക് എന്ത് ചെയ്യുക, മാറ്റാം. അപ്പോൾ നമുക്ക് ഫീഡ് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് എല്ലാവർക്കും നല്ല രീതിയിൽ ഫീഡ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ടാങ്ക് സൗകര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾ കുറച്ചുള്ളതെന്നുണ്ടെങ്കിൽ കൂടുതൽ ടാങ്കുകളിലാക്കി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് വളർച്ച നല്ല രീതിയിൽ കിട്ടാനൊക്കെയുള്ള സാധ്യത ഉണ്ടാകും. അങ്ങനെ ഏകദേശം ഒരു 5-6 ദിവസത്തിന് ശേഷമുള്ള നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളുടെ ഗ്രോത്താണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഫാസ്റ്റായിട്ടൊക്കെ നീന്തി തുടങ്ങിയിട്ടുണ്ട്. ഈ 5-6 ദിവസം കൊണ്ട് വലിയൊരു ഗ്രോത്ത് വ്യത്യാസമൊന്നും കാണുന്നില്ല. പക്ഷേ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾ നീന്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലയളവിൽ ഒരു 5-6 ദിവസം നമ്മൾ എന്താണ് ഇവർക്ക് ഫീഡ് കൊടുത്തിരുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ 2 ട്രയലിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്കിയ ഏകദേശം ഒരു കൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു കൗണ്ടിൽ നിന്ന് കൂടുതൽ എണ്ണം ഡെഡായിട്ട് നഷ്ടപ്പെട്ടതുപോലെ ഒന്നും തോന്നുന്നില്ല. പിന്നെ ചെറിയ മീനായതുകൊണ്ട് തന്നെ ഇവർ പുറം തള്ളുന്ന വേസ്റ്റ് അത്ര കൂടുതലൊന്നും കാണില്ല. അതുകൊണ്ട് തന്നെ ഈ 6 ദിവസം കൊണ്ട് തന്നെ ഈ വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ അങ്ങനെ വേസ്റ്റ് കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് വന്നിട്ടില്ല. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഓരോന്ന് കാണുന്നുണ്ട്. അത് എവിടുന്നെങ്കിലും ഈ ടാങ്കിലേക്ക് പുറത്തുനിന്ന് എവിടുന്നെങ്കിലും വീണതായിരിക്കും എന്ന് വിചാരിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന 2 ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ ഗപ്പികൾക്ക് കൊടുക്കാനുള്ള ലൈഫ് ഫീഡ് ആയിട്ടുള്ള മൊയ്നയാണ് നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൊയ്ന കൾച്ചർ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ റെഡ് കാണുന്നൊക്കെ മൊയ്ന കൾച്ചറാണ്. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നൊക്കെ മൊയ്ന കൾച്ചറാണ്. അപ്പോൾ നമ്മൾ ഈ മൊയ്ന കൾച്ചർ സാധാരണ കോരിയിട്ട് കൊടുക്കാറുള്ളത്, നമ്മളിതാ ഈ 2 നെറ്റുണ്ട് ഇവിടെ. ഇത് മൊയ്ന നെറ്റാണ്. ഈ നെറ്റിൻ്റെ അകലം ഭയങ്കര നൈസ് കുറവാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ മൊയ്ന ടാങ്കിൽ ഇങ്ങനെ കോരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റെഡിഷ് കാണുന്നതൊക്കെ മൊയ്നയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അത് നമുക്ക് കുറച്ചും കൂടി സൈസ് എത്തിയ ഗപ്പികൾക്കൊക്കെയാണ് ഇങ്ങനെയുള്ള മൊയ്ന കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ചെറിയ സൈസ് മൊയ്ന ഉണ്ടാവും. അത് വേണം നമ്മൾ എന്ത് ചെയ്യണം, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. നമ്മൾ കണ്ട മൊയ്ന നെറ്റിൻ്റെ ഈ ഒരു സൈസ് പറഞ്ഞല്ല, ഇതിനേക്കാളും ഒന്നും കൂടി അകലം കൂടിയിട്ടുള്ള നെറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ഒരു കൂട്ടം മൊയ്ന കൾച്ചർ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കോരിയെടുക്കുക. ഈ കോരിയെടുത്തതിൽ ഈ റെഡ് കാണുന്നതിൽ ഇതിലും വലിയ സൈസ് മൊയ്ന ഉണ്ടായിരിക്കും, ചെറിയ സൈസ് മൊയ്ന ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഈ നെറ്റ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളുണ്ടല്ലോ ആ ടാങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒരു 2 വട്ടം ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് മുക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മൊയ്നയുടെ ചെറിയ സൈസ് കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. മൊയ്നയുടെ ചെറിയ മൊയ്ന. അപ്പോൾ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് മൊയ്ന ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ മൗത്ത് സൈസിനനുസരിച്ചുള്ള ഫീഡ് ഇവരെടുക്കും. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ഇൻഫസോറിയൊക്കെ സെറ്റാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവർ കുഞ്ഞുങ്ങളെ ഇറങ്ങിയ സമയത്ത് ഒരു 2 ദിവസം 3 ദിവസമൊക്കെ അവർക്ക് ഇൻഫസോറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അവർക്ക് ബെറ്റർ ആയിരിക്കും. അവരുടെ മൗത്ത് സൈസിനനുസരിച്ച ഫുഡ് തന്നെ ആയിരിക്കും. ഇപ്പോൾ കുറച്ചൊക്കെ നല്ല രീതിയിൽ ഫുഡ് എടുക്കാനായിട്ടുണ്ട്. ഇതുവരെ ഇപ്പോൾ ഈ ഒരു 5-6 ദിവസവും നമ്മൾ ഇവർക്ക് ഫീഡ് കൊടുക്കാറുള്ള രീതി ഈ ഒരു മെത്തേഡ് തന്നെയാണ് കൊടുക്കാറുള്ളത്. അതേപോലെ തന്നെ തൊട്ട് പുറത്തെ ടാങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഇങ്ങനെ 2-3 വട്ടം ഇങ്ങനെ മുക്കിയെടുത്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇതിൽ വലിയ മൊയ്നകളൊക്കെ ഈ നെറ്റിൽ തന്നെ കിടക്കും. ചെറിയ മൊയ്നകളാണ് ഇതിൻ്റെ താഴേക്ക് പോവുക. ഇനി നമ്മുടെ ഗപ്പികൾക്ക് വന്നിട്ട് ഇപ്പോൾ ഫീഡ് ചെയ്യാൻ പറ്റും. ഇനി ബാക്കി വലിയ സൈസ് മൊയ്നകൾ വരുന്നുണ്ടല്ലോ,
ഈ വലിയ മൊയിനകൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ പേരൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നു, പേരൻറ്റ് സ്റ്റോക്ക്, ഇതിനകത്തേക്ക് കുറച്ച് വെച്ച് കൊടുക്കുക. നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളുടെ പേരൻറ്റ് വന്നിട്ട് ഇതാ തീറ്റ എടുക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നത് നമ്മുടെ ടക്സിഡോ ബലൂൺ കോയി വെറൈറ്റി ഗപ്പിയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു നേരത്തെ കണ്ട മൊയിനടുത്ത ഈ ഒരു നെറ്റിലുള്ളത് കൂത്താടിയാണ്. അപ്പോൾ നമുക്ക് ഗപ്പികൾക്ക് കൊടുക്കാൻ പറ്റിയ മറ്റൊരു ലൈഫ് ഫുഡാണ് കൂത്താടി. നല്ല രീതിയിൽ തന്നെ ഇവർ ഇത് ഗപ്പീസൊക്കെ ഇതിനെ നല്ല രീതിയിൽ തന്നെ ഫീഡ് എടുക്കും, നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പക്ഷേ വലിയ സൈസ് ഗപ്പികൾക്കൊക്കെയാണ് നമുക്ക് കൂത്താടി കൊടുക്കാൻ പറ്റുള്ളൂ. പൊതുവെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, നമ്മൾ ഈ കൂത്താടി കൊടുക്കുന്ന സമയത്ത് പാരൻ്റായിട്ട്, അതായത് ബ്രീഡിങ്ങിനായിട്ട് സെറ്റായിട്ടുള്ള ഫീമെയിൽ ഗപ്പീസിനൊക്കെ കൂത്താടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ ഇവർ ബ്രീഡിങ് സമയത്ത് കുഞ്ഞുങ്ങളെ കഴിക്കാനുള്ള ടെൻഡൻസി ഇവർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. നോർമലായിട്ട് നമുക്കറിയാം ഇത് കൊടുക്കാത്തതിൻ്റെ ഗപ്പീസിന് ബ്രീഡിങ് സമയത്ത് കുഞ്ഞുങ്ങളെ കഴിക്കാറുണ്ട്. പക്ഷേ ആ ഒരു ടെൻഡൻസി കൂടാൻ സഹായിക്കും ഈ കൂത്താടി കൊടുത്തത്. കാരണം നമുക്കറിയാം ഈ കൂത്താടിൻ്റെ ഒരു സൈസ് ആ റേഞ്ചൊക്കെയാണ് ഈ ഗപ്പി ബ്രീഡാവുന്ന സമയത്ത് ഉണ്ടാവില്ല അതിൻ്റെ കുഞ്ഞുങ്ങൾ. ഈ ഒരു ബ്രീഡിംഗ് കേജിൽ ഇപ്പോൾ കിടക്കുന്നത് നമ്മുടെ ടക്സിഡോ ബലൂൺ കോയുടെ മെയിൽ ഗപ്പീസ് മാത്രമാണ്. തൊട്ട് പുറത്തുള്ള ഒരു ബ്രീഡിംഗ് കേജിലാണ് നമ്മൾ അതിൻ്റെ ഫീമെയിൽസിനെ കീപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബ്രീഡിംഗ് സമയത്ത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവർ ഒരുമിച്ച് കിടക്കുന്ന സമയത്ത് ഒരു പക്ഷേ മെയിൽ ഗപ്പീസ് ഫീമെയിൽ ഗപ്പീനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് സ്ട്രെസ്സ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു പെയർ മാത്രം കീപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കേജിനകത്ത് ഒരു പെയറിനെ മാത്രം ഇട്ട് കഴിഞ്ഞാൽ വലിയ സീൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ ഒന്നിൽ കൂടുതൽ, അതായത് ഇതിൽ കൂടുതൽ മെയിൽസ് ഉണ്ട്, ഫീമെയിൽസ് അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഫീമെയിലിൻ്റെ കൂടെ തന്നെ കൂടുതൽ മെയിലൊക്കെ ചേസ് ചെയ്യണ സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ ബുദ്ധിമുട്ട് പ്രശ്നമാണ് കാര്യങ്ങളൊക്കെ ഗപ്പീസിന്. അപ്പോൾ ഒരു ബ്രീഡിങ് ഈസിയാക്കാനും വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫീമെയിൽ ഗപ്പീസിനെ ഇങ്ങനെ മാറ്റിയെടുക്കുകയാണ്. ബ്രീഡിംഗ് സമയത്ത് ഗപ്പികളിൽ നിന്ന് കൂടുതൽ കുഞ്ഞുങ്ങളെ കിട്ടാനും വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നമ്മൾ കേജ് ഇട്ട് കൊടുക്കാനുള്ളത്. പക്ഷേ പലപ്പോഴും ഈ കേജ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഉണ്ടാക്കിയത് വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നതും ചില സുഹൃത്തുക്കൾ ഹോബിയായിട്ട് ചെയ്യുന്നവരൊന്നും ചിലർ ചിലപ്പം ചെയ്തെന്ന് വരില്ല. പക്ഷേ അങ്ങനെയുള്ളവർക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മുടെ പ്ലാന്റ് ഇട്ട് കൊടുത്ത് ചെയ്യാന്നുള്ളത്. ഇത് നമ്മുടെ ഫോക്സ്റ്റൈലിൻ്റെ പ്ലാന്റ്, ഇത്തരത്തിലുള്ള ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പ്ലാന്റുകൾ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഗപ്പീസ് ബ്രീഡാവുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേജ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പ്ലാന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും കുറേയൊക്കെ രക്ഷപ്പെട്ട് കിട്ടും. പക്ഷേ കേജ് ഇട്ട് കൊടുത്ത റിസൾട്ട് പ്ലാന്റിൽ ഒരിക്കലും കിട്ടില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു ടാങ്കിൽ കാണുന്നത് ഗപ്പീസ് അല്ല, നമ്മൾ ചെറിയ റെഡ് ഷ്രിമ്പാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രൊഡക്ഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റാണിത്. ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പോൾ പ്ലാന്റ് ഇട്ട് കൊടുത്താൽ നാച്ചുറലായിട്ട് ഈ ഒരു ടാങ്കിൽ വെള്ളത്തിന് കിട്ടുന്ന കുറേ ഗുണങ്ങളുണ്ട്, വെള്ളത്തിൻ്റെ ക്വാളിറ്റി നിലനിർത്തുന്നതിലൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളും ഈ ഒരു ടാങ്കിൽ കിട്ടും. ഇപ്പോൾ നമ്മൾ ഷ്രിമ്പ് മാത്രം ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര തിക്കായിട്ടുള്ളത്. ഇപ്പോൾ ഗപ്പീസൊക്കെ എടുക്കുന്ന ടാങ്കിൽ ഇത്രയും തിക്കായിട്ട് പ്ലാന്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് നീന്താനും ബാക്കി ചിലപ്പം ചില സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ വരാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടാകും. കൂടി നമ്മൾ ശ്രദ്ധിക്കണം, കൂടുതലായിട്ട് ഓവറാവരുത്. ഇതുപോലുള്ള ചെറിയ പാത്രങ്ങളിൽ നമ്മൾ ഗപ്പി വളർത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സിംഗിൾ വെറൈറ്റി ഗപ്പി വളർത്താൻ തന്നെ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ടാങ്കുകൾ, അതായത് കൂടുതൽ ഇതുപോലുള്ള പാത്രങ്ങൾ വാങ്ങേണ്ടി വരും. ഇപ്പോൾ ഒരു പെയറിനെ നമ്മളിതിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നമ്മളിതാ ഇപ്പോൾ ഇങ്ങോട്ടാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ബ്രീഡായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5-6 ദിവസമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്തൊരു 22 ദിവസം കഴിയുമ്പോൾ തന്നെ ഈ ഫീമെയിലിന് അടുത്ത കുഞ്ഞുങ്ങൾ ബാച്ച് ഇറങ്ങുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഒരൊറ്റ കുഞ്ഞ് പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് എത്തുകയാണെങ്കിൽ നമുക്ക് വലിയ ടാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബാച്ചിനെ മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലുള്ള ഫ്രിഡ്ജ് ബോക്സിലേക്ക് വലിയ ടാങ്കിലേക്ക് ഇറക്കി വിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെയാണ് നമ്മൾ നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് ബോക്സിൽ വലിയ ടാങ്കിൽ നമ്മൾ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന വളർച്ച നമുക്കൊരു പക്ഷേ ഇതിൽ കിട്ടിയെന്ന് വരില്ല. കാരണം ഇത് മീൻ വലുതാവുന്നതിനനുസരിച്ച് ടാങ്കിൻ്റെ സ്പേസ് ഒരിക്കലും മാറണില്ല, ഈ ഒരു സ്പേസ് തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ മീൻ കിടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ ഫുഡും നീന്തി തുടിച്ച് വളരാനുള്ള സ്പേസും കാര്യങ്ങളും കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ മീനിൻ്റെ സൈസ് അനുസരിച്ച് അവർ പുറന്തള്ളുന്ന വേസ്റ്റും കൂടും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വെള്ളം ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ട്രയലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരിമിതി ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളിവിടെ നേരത്തെ നമ്മൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ട്രയകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ട്രയകൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സ്റ്റേജിൽ കുഞ്ഞുങ്ങൾ ബ്രീഡാവുന്ന സമയത്തൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കുറച്ച് ഒരു 2 ആഴ്ച ഒക്കെ ഇതിൽ ഇങ്ങനെ തീറ്റ കൊടുക്കും. അപ്പോൾ ഈ ചെറിയ ടാങ്കിൽ തന്നെ അവർക്ക് തീറ്റ പെട്ടെന്ന് കൂടുതൽ ഓടി നടക്കാതെ തന്നെ തീറ്റ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ വലിയ ടാങ്കിലേക്ക് മാറ്റാറാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പൊതുവെ കുറച്ച് ഫിഷ് കുറവായതുകൊണ്ട് കുറേ ട്രയകൾ ഇവിടെ കാലിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാഹ് നമ്മുടെ ഫാമിൽ നിന്നുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങൾ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടാങ്കുകളൊക്കെ നമുക്ക് റീയൂസ് ചെയ്യണം. കൂടുതൽ ഫിഷ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്നും കൂടി സെറ്റാക്കാനുണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കുറേ വെറൈറ്റികളൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ വെറൈറ്റികൾ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്.